6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റ് മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്, മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം. അപ്പോൾ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ഡൈവേഴ്സിറ്റി. The commercial and cultural contacts between the Arabs and the Indians had began long before the Arab conquest of Sindh. Indian spices, textiles, sandals, etc. were in great demand in foreign countries. It is this diversity and prosperity that attracted the foreign traders and travelers to India during the medieval period. നമ്മുടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളും, ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധികളുമാണ് ലോകരാജ്യങ്ങളിലെ തന്നെ സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. മധ്യകാല ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സഞ്ചാരക്കുറിപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ യൂണിറ്റിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കൊരു സഞ്ചാരക്കുറിപ്പ് തന്നിട്ടുണ്ട്. ആ സഞ്ചാരക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ്. The mountains, rivers, forests and deserts here are unique. The animals, plants, people, languages, rain and wind are all diverse. ഇതാരാ? ബാബർനാമ. നോക്കിയേ, ഹിന്ദുസ്ഥാൻ അത്ഭുതങ്ങൾ ഉള്ള ഒരു ഭൂഭാഗമാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും വിഭിന്നമാണ് ഭാരതം. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നതാണ്. ബാബർനാമ. ആരാണ് ബാബർനാമ എന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തന്നത്? മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായാണ് ബാബർനാമയിൽ നിന്നുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ത്യയുടെ വൈവിധ്യങ്ങളും വിഭവങ്ങളും അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളും ജനങ്ങളുടെ ജീവിത രീതിയുമെല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ബാബർ ചക്രവർത്തിയുടെ ഓർമ്മക്കുറിപ്പുകളിലൊന്നായ ബാബർനാമയിൽ നമ്മുടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെക്കുറിച്ചും വിഭവങ്ങളെക്കുറിച്ചും ബാബർ വിശദീകരിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. ഇപ്പം മധ്യകാല ഇന്ത്യയിൽ ഈ വിഭവ സമൃദ്ധിയാണ് സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് വരാൻ ആകർഷിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ നമുക്ക് സഞ്ചാരക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മധ്യകാല ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നാണ്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ ബറൂണി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങൾ ആണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് നമുക്ക് ലഭ്യമായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നാണ്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ ബറൂണി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങൾ നിന്നുള്ള ഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അൽ ബറൂണിയുടെ വിവരണങ്ങൾ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, കൃഷിയും കൈത്തൊഴിലുകളും. For farming cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. Similarly, tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the country. Al Biruni. Given
Above is an extract from the travelogue of Al-Biruni, a traveler who reached India from Central Asia. What are the occupations and taxes mentioned in this description? അപ്പോൾ ഇവിടെ നോക്കിയേ, മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ-ബിറൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങൾ, ആ വിവരണങ്ങളിൽ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അതായത് കൃഷിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നു. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് കരം കൊടുക്കണമായിരുന്നു. 2 തരത്തിലുള്ള കരം കൊടുക്കണമായിരുന്നു. ഒന്ന് മേച്ചിൽ കരവും അതുപോലെ തന്നെ ഭൂമിക്കരവും. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണമായിരുന്നു. എന്നാൽ വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക അവസ്ഥയാണ് അൽ-ബിറൂനി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്? അഗ്രികൾച്ചർ വാസ് ദി ചീഫ് ഓക്കുപ്പേഷൻസ് ഓഫ് ദി പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. കോട്ടൺ, സീരിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വേർ ദി മേജർ ക്രോപ്സ്. ഇൻ ദിസ് പീരീഡ് there was a plenty of cultivable land in India that was kept uncultivated. Those who first cultivated in such land were granted its ownership right. The hard-working farmers tried to win the ownership of such lands in this way. Let us see the steps taken by the rulers for the progress of agriculture. Arranged irrigation facilities, supplied seeds, granted tax relaxation. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അവർ ഏതെല്ലാം രീതിയിലുള്ള കൃഷികൾ ചെയ്തിരുന്നു? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകൾ. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. അതായത് അനുയോജ്യമല്ലാത്തതും കൃഷി ചെയ്യാത്തതുമായ ഭൂമികൾ. അപ്പോൾ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ആര് നൽകിയിരുന്നു? ഭരണാധികാരികൾ നൽകിയിരുന്നു. അപ്പോൾ ഈ പ്രകാരം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ ധാരാളം ആൾക്കാർ എന്ത് ചെയ്തു? അതായത് കർഷകർ ശ്രമം നടത്തി. ഇത് ആ കാലഘട്ടത്തിലെ കാർഷിക പുരോഗതിക്കായിട്ട് വളരെയധികം പ്രയോജനം നൽകുകയും അത് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഭരണാധികാരികൾ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? അതായത് ആ കാലഘട്ടത്തിലെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് ജലസേചന സൗകര്യങ്ങൾ ധാരാളം കർഷകർക്ക് ഒരുക്കിക്കൊടുത്തു. സപ്ലൈഡ് സീഡ്സ്, കർഷകർക്ക് ആവശ്യമുള്ള വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, കർഷകരുടെ കൃഷിഭൂമിക്ക് നികുതി ഇളവുകൾ നൽകുക മുതലായ ധാരാളം കർഷകർക്ക് പ്രയോജനപ്രദമായ നടപടികൾ ആ കാലഘട്ടത്തിൽ ഭരണാധികാരികളിൽ നിന്ന് നൽകുകയുണ്ടായി. എന്തിന് വഴിതെളിച്ചു? മധ്യകാല ഇന്ത്യയിൽ കൃഷി വളരെയധികം പുരോഗതി പ്രാപിക്കാൻ കാരണമായി. In the medieval period, the officers were given land as wages. This system was known as Ikta during the Sultanate period and Jagirdari during the Mughal period. മെഡീവൽ ഇന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായി, വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ഈ സമ്പ്രദായം 2 പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സുൽത്താനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. ഇത് 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ കൊള്ളാം. ആ ഭാഗം എല്ലാവരും അടയാളപ്പെടുത്തുക. അടുത്തായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിങ് ദി സുൽത്താനേറ്റ് ആൻഡ് ദി മുഗൾ പീരീഡ്സ് ഡിസ്കസ്. അതായത് മധ്യകാല ഇന്ത്യയിൽ മെഡീവൽ പീരീഡിൽ സുൽത്താനേറ്റ് മുഗൾ ഭരണ കാലഘട്ടത്തിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച
ഘടകങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ടെസ്റ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഈ പേജിൽ നിന്ന് തന്നെ അഗ്രികൾച്ചർ വാസ് ദി ചീഫ് ഓക്കുപ്പേഷൻസ് ഓഫ് ദി പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. അത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ വരെ നമുക്ക് അടയാളപ്പെടുത്താം. അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. അപ്പം അത്രയുമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ കർഷകരെ പ്രോത്സാഹിപ്പിച്ചത്. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സപ്ലൈഡ് സീഡ്സ്, ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. ും ഒടിഞ്ഞേ ദയ്യം താര തകതാരതാര ചെമ്മാവും പാടത്ത് ചാത്തേനും നീലിയും തമ്പ്രാൻ പാടിക്കൽ ചെന്നേ ദയ്യം താര തകതാരതാര ചെമ്മാവും പാടത്ത് ചാത്തേനും നീലിയും തമ്പ്രാൻ പാടിക്കൽ ചെന്നേ ദയ്യം താര തകതാര തകതിമി താര തകതിമി താര തകതിമിതോ പുട്ടിലൂറും ഭാരിച്ചേ ദയ്യം താര മട്ടിമാലം കുടഞ്ഞേ ദയ്യം താര തകതാര താര ചെമ്മാവും പാടത്ത് ചാത്തേനും നീലിയും തമ്പ്രാൻ പാടിക്കൽ ചെന്നേ ദയ്യം താര. In addition to agriculture, many occupations for making agricultural tools existed in villages. What might be they? Discuss. അപ്പോൾ നമുക്ക് കൃഷിയോടൊപ്പം തന്നെ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല തൊഴിലുകളും കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നു? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ വർക്ക്, അതായത് ലോഹപ്പണി, കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടുന്ന ലോഹപ്പണി. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ജലചക്രത്തിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, എ വാട്ടർ വീൽ അല്ലേ, യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ നമുക്ക് വുഡ് വർക്ക്, അത് തടി കൊണ്ട് നിർമ്മിച്ചതാണ്. വുഡ് വർക്ക് ആ കാലഘട്ടത്തിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ധാന്യങ്ങൾ ശേഖരിക്കാൻ നമുക്ക് ബാസ്ക്കറ്റൊക്കെ വേണം, ബാസ്ക്കറ്റ് വേവിങ്. അതുപോലെ പോട്ടറി, അത് ധാന്യങ്ങൾ ശേഖരിക്കാനും ആഹാരം പാകം ചെയ്യാനും പോട്ടറി. അപ്പം ഇതുപോലുള്ള ധാരാളം കൈത്തൊഴിലുകൾ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഉയർന്നു വന്നു. നോക്കിയേ, വേവിങ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദി മേജർ ഓക്കുപ്പേഷൻസ് ഇൻ ടൗൺസ്. ദി കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റൂറൽ ഫോക്സ് enriched the textiles industry. The Indian weavers produced garments of different colors and quality. The garments made of silk, cotton and wool were important among them. New tools like spinning wheel and looms were used for weaving. Indigo and color mixture were used for dyeing the textiles. Indian textiles won world acclaim. അപ്പം ആ കാലഘട്ടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പല കൈത്തൊഴിലുകളും പ്രധാനമായിട്ടും ഉയർന്നു വന്നിരുന്നു. അപ്പം പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ നെയ്ത്തായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തി, നീലം, പട്ടുനൂൽ, ഇതെല്ലാം തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളായിരുന്നു. ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചത് ആരായിരുന്നു? ഗ്രാമീണ ജനതയായിരുന്നു. കൃഷിയിലൂടെയാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചത്. അത് ഇന്ത്യൻ നെയ്ത്തുകാർ ഇവ ഉപയോഗിച്ച് വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള ധാരാളം വസ്ത്രങ്ങൾ, വ്യത്യസ്തമായ പട്ടും പരുത്തിയും കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ധാരാളം വസ്ത്രങ്ങൾ അവർ നെയ്തിരുന്നു. അപ്പോൾ പുതിയ ഉപകരണങ്ങളുണ്ടായി, പുതിയ കളറുകളുണ്ടായി, പുതിയ നെയ്ത്തുണ്ടായി. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളുമൊക്കെ നിർമ്മിച്ചു. ഇപ്പോൾ തുണികളിൽ ചായം മുക്കുന്നതിന് പലതരത്തിലുള്ള നിറക്കൂട്ടുകളും നീലവുമൊക്കെ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. അപ്പം നമുക്കറിയാം, നോക്കിയാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്കസ് ഹൗ ദി അഗ്രികൾച്ചർ സെക്ടർ പ്രൊമോട്ടഡ് ദി ഗ്രോത്ത് ഓഫ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതായത് ആ കാലഘട്ടത്തിൽ കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല നെയ്ത്ത് വ്യവസായത്തിൻ്റെ വളർച്ചയെ എങ്ങനെയെല്ലാം സഹായിച്ചു.
ആ കാര്യമാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ട് മിഡീവൽ ഇന്ത്യയിലെ ടൗൺസ് ആൻഡ് ട്രേഡ്, നഗരങ്ങളും വാണിജ്യവും. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. അദ്ദേഹം ആ കാലഘട്ടത്തിലെ നഗരങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അടുത്തതായിട്ട് നമുക്ക് നൽകുന്നത്. Towns and trade. Niccolo Conti. The great town Vijayanagara is situated near steep mountain ranges. There are attractive gardens and groves in this town. The markets of this prosperous town are full of costly goods. അപ്പോൾ നിക്കോളോ കോണ്ടിയുടെ അഭിപ്രായത്തിൽ ആ കാലഘട്ടത്തിൽ ഉദാഹരണത്തിന് വിജയനഗരം എന്ന മഹാനഗരി അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി കീഴ്ക്കാന്തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ നല്ല ആകർഷകമായ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച ഉപവനങ്ങളും ധാരാളമുണ്ട്. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെ കേദാരമായിട്ടാണ് ഈ നഗരത്തെ നിക്കോളോ കോണ്ടി വിശേഷിപ്പിച്ചത്. ഈ നഗരത്തിലെ അങ്ങാടികളിൽ അതായത് മാർക്കറ്റുകൾ, ആ മാർക്കറ്റുകളിൽ വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. Have you read the description about Vijayanagara by Niccolo Conti, the Italian traveler who visited India? The agricultural progress created favorable conditions for the prosperity of trade and commerce. Indian spices, textiles, leather, gems, sandal, metals, pearls, ivory, etc. were in great demand in foreign countries. These commodities attracted traders to India. Several traders from different parts of the world reached India in the medieval period. The foreigners who engaged in trade with India: Chinese, Arabs, Portuguese, Dutch, English, French. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയെക്കുറിച്ചും അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ വായിച്ചു അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ്, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് അല്ലേ, ഇതെല്ലാം എന്താണ്? സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾസ്, ഐവറി മുതലായവ ഇതെല്ലാം എന്താണ്? വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. അപ്പോൾ ഈ വിഭവങ്ങൾ എന്താണ്? ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് വിദേശ വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി വ്യാപാരികൾ എന്ത് ചെയ്തു? ഈ വിഭവങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് മിഡീവൽ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തി. ആ ഇന്ത്യയിലെത്തിയ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയ ആ വിദേശീയർ ആരൊക്കെയായിരുന്നു? ചൈനീസ്, ചൈനക്കാരുണ്ടായിരുന്നു. അറബ്സ്, അറബികളുണ്ടായിരുന്നു. പോർട്ടുഗീസുകാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡച്ചുകാരുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, അതായത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ സമ്പൽ സമൃദ്ധമായ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായ ഈ വിഭവങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ് ആ മധ്യകാല ഇന്ത്യയിൽ ഈ വിദേശ രാജ്യങ്ങളിലെ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവിടെ നോക്കി, കാലിക്കോ ആൻഡ് കാലിക്കറ്റ്, ആ ബോക്സിലുള്ളത്. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെയർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. These textiles were known as calico in the European market. കോഴിക്കോട് വാസ് കാൾഡ് കാലിക്കറ്റ് ബൈ ദി യൂറോപ്യൻസ്. അപ്പോൾ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ആ കാര്യം ജസ്റ്റ് വായിച്ചാൽ നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന പേര്, ആ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് നോക്കിയേ, കാലിക്കോയും കാലിക്കറ്റും. അപ്പോൾ കോഴിക്കോട് നിന്ന് ധാരാളം പരുത്തി തുണിത്തരങ്ങൾ
വിദേശ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ വിപണികളിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് കയറ്റി അയച്ചിരുന്ന തുണിത്തരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കാലിക്കോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കോഴിക്കോടിനെ യൂറോപ്യന്മാർ ഈ പേര് വെച്ചാണ് കാലിക്കറ്റ് എന്ന് വിളി തുടങ്ങിയത്. അങ്ങനെയാണ് നമുക്ക് കോഴിക്കോടിനെ എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് പേരായ കാലിക്കറ്റ് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയുമായി വ്യാപാരം നടത്തിയിരുന്ന പുറം നാട്ടുകാർ ആരൊക്കെയായിരുന്നു? ദി ചൈനീസ്, അറബ്സ്, പോർട്ടുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. നെക്സ്റ്റ് നോക്കിയേ, ഹാവൻറ്റ് യു ലിസൺ ടു ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ ടൗൺസ് ബൈ ഇബൻ. The towns in India are highly populous and wealthy. The streets of the cities were flooded with diverse goods. Delhi and Daulatabad are colorful cities. ഇബ്നു ബത്തൂത്ത. അപ്പം ആ കാലഘട്ടത്തിലെ ടൗണിനെ കുറിച്ച് എന്താണ്, ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ നിന്നാണ്. അതായത് വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പം നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങൾ ആണ്. ധാരാളം വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും അതുപോലെ തന്നെ ദൗലത്താബാദും. ഏറ്റവും കളർഫുൾ സിറ്റീസാണ് ഡൽഹിയും ദൗലത്താബാദും. ഇതാരുടെ വാക്കുകളാണ്? നമ്മുടെ മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ വാക്കുകളാണ്. അടുത്തതായി ഇംഗ്ലീഷ് ട്രാവലർ റാൽഫിച്ച്. ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗർ ദാൻ ലണ്ടൻ, ദി ബിഗസ്റ്റ് സിറ്റി ഇൻ ദി വേൾഡ്. ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. അപ്പോൾ ഇംഗ്ലീഷ് ട്രാവലറായ റാൽഫിച്ചിൻ്റെ അഭിപ്രായത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതായിരുന്നു. ഡൽഹി ആകട്ടെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് ആ കാലഘട്ടത്തിലെ സഞ്ചാരികളിൽ നിന്ന് നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ ടൗൺസ് ആൻഡ് ട്രേഡ് അല്ലേ, നഗരങ്ങളും വാണിജ്യത്തെക്കുറിച്ചുമുള്ള ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. Haven't you listened to the description of Indian towns by Ibn Battuta, the Moroccan traveler who visited during the Sultanate period, and Ralph Fitch, the English traveler who visited during the Mughal period? What information can you gather from them about the Indian towns of that period? Discuss. Towns developed around the production centers and markets. Dhaka, Paitan, Kanjipuram, Urayur, Madurai, etc. were the towns that developed this way. Artisans, traders, officers, servants, slaves, and so on constituted the urban population. അപ്പോൾ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ അല്ലേ. ആ കാലഘട്ടത്തിൽ നമ്മുടെ നഗരങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങൾ, അതായത് ഉൽപ്പാദന കേന്ദ്രങ്ങളെല്ലാം മാർക്കറ്റുകളെ, ചന്തകളെ കേന്ദ്രീകരിച്ചാണ് വളർന്നു വന്നത്. ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യയിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. ധാരാളം കൈത്തൊഴിലുകാരും വ്യാപാരികളും ഉദ്യോഗസ്ഥരും പരിചാരകരും അവരുടെ എല്ലാം അടിമകളും ഒക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ നഗരവാസികൾ, ഈ ഉയർന്നു വന്ന നഗരങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ, മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോർട്ടുകളുടെ വീഡിയോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നോക്കിയേ, മധ്യകാല ഇന്ത്യയിലെ മിഡീവൽ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം എന്താണ്, സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഈ വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാം നിലനിന്നിരുന്നത് അല്ലേ. ഡിസ്കസ് ദി കോമൺ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്
that helped the progress of the South Indian trade centers. ഈ ഭൂപടം നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം, അല്ലേ, മൂർഷിദാബാദ്, കൽക്കത്ത, അതുപോലെ ധാക്ക, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മധുര, ഉറയൂർ, തഞ്ചാവൂർ, മഹാബലിപുരം, അവയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് അറബിക്കടലുണ്ട്. അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലുണ്ട്, അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ നമുക്ക് ഈ ഭൂപടത്തിൽ നമ്മൾ കണ്ടെത്തി? എന്താണ് ഇവയുടെ പുരോഗതിയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദി പ്രോഗ്രസ് ഓഫ് ദി സൗത്ത് ഇന്ത്യൻ ട്രേഡ് സെൻറ്റേഴ്സ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രേഡ് സെൻറ്റേഴ്സിനെ സഹായിച്ച, അല്ലേ, ആ ട്രേഡ് സെൻറ്റേഴ്സ് ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, അല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും, അല്ലേ, സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോർട്ടുകൾ, തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലാണുള്ളത്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുവാനും നമ്മളെ ഈ പോർട്ടുകൾ നമുക്ക് സഹായിക്കുന്നു, അല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ വീഡിയോ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും എല്ലാം ഈ സമുദ്രമാർഗമാണ് നടക്കുന്നത്. ഈ സമുദ്രമാർഗമാണ് ഇന്ത്യയിലേക്ക് ധാരാളം വിദേശീയർ മധ്യകാലഘട്ടത്തിൽ വാണിജ്യ വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തിയത്, അല്ലേ. ചൈനക്കാരും അറബികളും പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ നമ്മുടെ ഈ തുറമുഖങ്ങൾ വഴിയാണ്, അല്ലേ, നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുകയും ആദ്യം വ്യാപാര വാണിജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തുകയും പിന്നീട് എന്തായിട്ട് മാറി, ഇവയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് അവർ എത്തുകയും ചെയ്തിരുന്നു, അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി വർക്ക്ഷോപ്പിനെ കുറിച്ചും സോഷ്യൽ ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ ദി അബോർഡ് ഓഫ് നോളജിനെ കുറിച്ചുമെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.